മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. കാളികാവ് അടക്കാക്കുണ്ട് വാഫി കോളേജ് അടക്കമുള്ള സമസ്തയിൽ വഖഫ് ചെയ്ത സ്ഥാപനങ്ങളെല്ലാം സമസ്ത തിരിച്ചുപിടിച്ചെടുക്കുമെന്ന് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. കാളികാവിൽ ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ SKSSF സംഘടിപ്പിച്ച കാളികാവ് മേഖല ആദർശ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്തയിൽ വഖഫ് ചെയ്ത സ്ഥാപനങ്ങളെല്ലാം തിരിച്ചുപിടിക്കുന്നതിനുള്ള നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞു. ഇതിനുള്ള നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ പ്രവർത്തകർ സമസ്തയുടെ ആഹ്വാനത്തിനായി കാത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്തയുടെയും SKSSF സംസ്ഥാന നേതാക്കളെയും നിരവധി പ്രവർത്തകരെയും സാക്ഷി നിർത്തിയാണ് സത്താർ പന്തല്ലൂരിന്റെ പ്രഖ്യാപനമുണ്ടായത്. കാളികാവിലെ വാഫി സ്ഥാപനം വാഫിഖായ അടക്കാക്കുണ്ട് ബാപ്പു ഹാജി പാണക്കാട് ഹൈദരലി തങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ആധാരത്തിൽ എഴുതി നൽകിയ 6 നിർദ്ദേശങ്ങളും ലംഘിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമവിധേയമായി തന്നെ ഇത് തിരിച്ചുപിടിക്കും. കൂടെ സമസ്തയുടെ ഉടമസ്ഥയിലുള്ള മറ്റ് 53 സ്ഥാപനങ്ങളും തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഫി സ്ഥാപനത്തിന്റെ ആധാരം പരസ്യമായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടായിരുന്നു കാളികാവിൽ സത്താർ പന്തല്ലൂരിന്റെ പ്രഭാഷണം. വാഫി സംവിധാനങ്ങൾ മുസ്ലിം ലീഗുമായി ചേർന്ന് സമസ്തയിലെ ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന വിവാദങ്ങൾക്കിടെയാണ് അദ്ദേഹം പുതിയ പ്രഖ്യാപനം നടത്തിയത്. െതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇദ്ദേഹത്തെ കുറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദരണീയരായ പാണക്കാട് സാദാത്തുക്കൾ, മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി, അത് മധ്യസ്ഥ ശ്രമം നടത്തി എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി. പക്ഷേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തരമായ കുതന്ത്രങ്ങളിലൂടെ ദാർഢ്യത്തോടുകൂടി ധിക്കാരപരമായ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല. ഇന്ത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം, നടത്താം. അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൃത്യമായി വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, ആദരണീയരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വഖഫ് ഭൂമി കയ്യിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.